സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 27ാമത്തെ ശീർഷകത്തിൽ പ്രവേശിക്കുകയാണ് നമ്മൾ. അതിൻ്റെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തത്വജ്ഞാനം എന്നാണ്. എന്താണ് ഈ തത്വജ്ഞാനം? തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം. തത്വം എന്ന് പറഞ്ഞാൽ തത്തിന്റെ ഭാവം. തത്ത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ് തത്വജ്ഞാനം. ആ തത്വജ്ഞാനം നേടിയവരെയാണ് നമ്മൾ തത്വജ്ഞാനികൾ എന്ന് പറയുന്നത്. എന്താണ് തത്വജ്ഞാനം? മനസ്സിലാക്കാൻ ശ്രമിക്കാം. അസത്വാവരണവും അഭാനാവരണവും അസത്താകുന്നീതോ രണ്ടും പിന്നെയും രണ്ടായി വസ്തുനാസ്തിയും വസ്തു നഭാതി എന്നോമുള്ള വസ്തുവേ മറച്ചിരുന്നിടുന്ന കാര്യം രണ്ടും നാസ്തിയും നഭാതിയും ആയുള്ള രൂപം രണ്ടും തത്വജ്ഞാനേന നശിച്ചിടുമെന്നറിഞ്ഞാലും തത്വജ്ഞാനവും രണ്ടായുണ്ടതിൽ പരോക്ഷജ്ഞാനത്തിനാൽ നശിച്ചിടും അസത്വാവരണവും. അസത്വാവരണവും അഭാനാവരണവും അസത്താകുന്നത് രണ്ടും. ആവരണം രണ്ട് തരത്തിലുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അസത്വാവരണവും അഭാന ആവരണവും. സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, സത്തിന്റെ ഭാവം സത്വം. ഉള്ളതിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഉണ്മ അല്ലെങ്കിൽ സത്യം. അസത്വം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. ബ്രഹ്മം സദ്വസ്തുവായിരുന്നിട്ട് കൂടിയും അങ്ങനെയൊന്നില്ല എന്ന് നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആവരണമാണ് അസത്വാവരണം. സദ്വസ്തുവിനെ ഇല്ലാത്തത് എന്ന് പറയണമെങ്കിൽ എത്ര കണ്ട് ബുദ്ധിശൂന്യരാവണം നമ്മൾ. കാരണം ഒരു ആവരണ ശക്തി നമ്മുടെ ബുദ്ധിയെ, വിവേകത്തെ മറച്ചിരിക്കുന്നു. ആ ആവരണത്തെയാണ് അസത്വാവരണം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്നൊന്ന് ഇല്ല എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ആവരണമാണ് അസത്വാവരണം. ഇനി മറ്റൊരാവരണവും കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് അഭാന ആവരണം. ഭാനം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നർത്ഥം, പ്രകാശം എന്നും അർത്ഥം. അഭാനം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നില്ല. പ്രകാശിക്കുന്നില്ല എന്ന് തോന്നിക്കുന്ന ഒരാവരണ ശക്തി. എന്ത് പ്രകാശിക്കുന്നില്ല? ബ്രഹ്മം പ്രകാശിക്കുന്നില്ല. ആദ്യത്തെ ആവരണം എന്താണ്? അസത്വാവരണം. ബ്രഹ്മം എന്നൊന്നില്ല എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ആവരണം. ഇപ്പൊ പറയുന്നത് അഭാനാവരണത്തെയാണ്. ബ്രഹ്മം ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അനുഭവപ്പെടുന്നില്ല, പ്രകാശിക്കുന്നില്ല, എൻ്റെ അനുഭവത്തിലില്ല എന്ന് പറയുന്നത് അഭാനാവരണവുമാണ്. അഭാനാവരണത്തിന്റെ സ്വാധീനതയിൽ പെട്ടാണ് മനുഷ്യർ ബ്രഹ്മം പ്രകാശിക്കുന്നില്ല, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല, വാസ്തവത്തിൽ ഞാനുണ്ട് എന്നുള്ള അനുഭവം തന്നെയാണ് ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തിനുള്ള തെളിവ്. പക്ഷെ എന്തു ചെയ്യാം? ബ്രഹ്മമില്ല എന്ന് പറയുന്ന അസത്വാവരണവും ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാം, ഇല്ലെന്ന് പറയാൻ ഞാനാളല്ല, പക്ഷെ അത് പ്രകാശിക്കുന്നില്ല, എനിക്കതറിയില്ല. അതാണ് അഭാനാവരണം. ഇങ്ങനെ രണ്ടാവരണവും എല്ലാ ജീവന്മാരുടെ ബുദ്ധിയെയും മൂടിയിരിക്കുന്നു, മറച്ചിരിക്കുന്നു. ഇവിടെ ആചാര്യൻ പറയുന്നത് അസത്വാവരണവും അഭാനാവരണവും അസത്താകുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ ആവരണത്തിന് രണ്ട് വകഭേദങ്ങൾ ഉണ്ടെങ്കിലും അത് രണ്ടും വാസ്തവമല്ല, അതുപോലും ഭ്രമമാണ്. കാരണം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും ഉണ്മ സ്വരൂപമായിട്ടുള്ളതും നശിക്കാത്തതും പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളതുമായ ഒന്നിനെ എന്ത് മറയ്ക്കും? അതിനെ മറയ്ക്കാൻ കഴിവുള്ള എന്തുണ്ടാവും? അത് മറയ്ക്കപ്പെടുമോ? വാസ്തവത്തിൽ സാധ്യത തന്നെ ഇല്ല. അതുകൊണ്ട് ആ രണ്ട് മറകളും ഉണ്ടെന്ന് തോന്നിയാൽ പോലും അവ അസത്താണ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തവ തന്നെ. അസത്താകുന്നീതോ രണ്ടും പിന്നെയും രണ്ടായി. അതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അസത്വാവരണം നമ്മൾ പറഞ്ഞതാണ്. വസ്തുനാസ്തിയും വസ്തു നഭാതി എന്നോമുള്ള
വസ്തുവെ മറച്ചിരുന്നിടുന്ന കാര്യം രണ്ടും. ഈ അസത്വാവരണം എന്ത് ചെയ്യും? വസ്തു നാസ്തി. നാസ്തി എന്ന് പറഞ്ഞാൽ ഇല്ല, വസ്തു ഇല്ല, ബ്രഹ്മമില്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, പറയാനും പ്രേരിപ്പിക്കും, വിശ്വസിക്കാനും പ്രേരിപ്പിക്കും, പ്രചരിപ്പിക്കാനും പ്രേരിപ്പിക്കും. ബ്രഹ്മമെന്നൊന്നില്ല, വസ്തു നാസ്തി, ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് അസത്വാവരണം. അപ്പോ അഭാനാവരണമോ? വസ്തു നഭാതി, വസ്തു പ്രകാശിക്കുന്നില്ല, ബ്രഹ്മം എനിക്ക് അനുഭവപ്പെടുന്നില്ല, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല. ഇവരോട് വേദാന്തത്തിന് ചോദിക്കാനുള്ള ചോദ്യം എന്തെന്നോ? ബ്രഹ്മം എൻ്റെ അനുഭവമണ്ഡലത്തിലില്ല, ബ്രഹ്മം പ്രകാശിക്കുന്നില്ല, അത് എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ അറിയുന്നില്ല? ആര് പറഞ്ഞു നിങ്ങൾ അറിയുന്നില്ല എന്ന്? വേദാന്തത്തിന്റെ ചോദ്യം എന്തെന്നോ? ബ്രഹ്മം പ്രകാശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ പ്രകാശിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ടോ? അതാണ് പ്രകാശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളവനോ അല്ലെങ്കിൽ ഉള്ളവളോ ആണോ, അല്ലെങ്കിൽ ഇല്ലാത്തവനോ ഇല്ലാത്തവളോ ആണോ? ഞാനില്ലാന്ന് ആരെങ്കിലും പറയുവോ? അതിന് മാത്രം വിഡ്ഢികളാണോ നമ്മൾ? ഞാനുണ്ട്, ഇതാണ് എല്ലാവരുടെയും അനുഭവം. ആ ഉണ്മയുടെ അനുഭവം തന്നെയാണ് ബ്രഹ്മാനുഭവം. പിന്നെ ഒരു ചെറിയ കുറവേ ഉള്ളൂ, ഉണ്മയുടെ അനുഭവം ഉണ്ട്, പക്ഷേ ആ ഉണ്മ ബ്രഹ്മമാണ് എന്നുള്ള അറിവില്ല. അതായത് ഞാനുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാൻ അനുഭവിക്കുന്നു, പക്ഷെ ആ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവിന്റെ അഭാവമുണ്ട്, അത് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ ബ്രഹ്മം അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം പറയരുത്. ഞാനിന്റെ ഉണ്മ, ഞാനുണ്ട് എന്നുള്ള അനുഭവം തന്നെ ബ്രഹ്മമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. വസ്തുനാസ്തിയും വസ്തുനഭാതിയും എന്നുമുള്ള വസ്തുവെ മറച്ചിരുന്നിടുന്ന കാര്യം രണ്ടും. ഇങ്ങനെ രണ്ട് ആവരണങ്ങളുണ്ട്. ആ രണ്ട് ആവരണങ്ങളുടെയും പ്രകടനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അസത്വാവരണം വസ്തു ഇല്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അഭാനാവരണം വസ്തു പ്രകാശിക്കുന്നില്ല, ഞാൻ അനുഭവിക്കുന്നില്ല, ബ്രഹ്മം എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ അനുഭവ മണ്ഡലത്തിൽ അങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അഭാനാവരണം. ഇത് രണ്ടും തന്നെ ബ്രഹ്മത്തെ മറയ്ക്കുന്ന ആവരണശക്തിയുടെ കാര്യങ്ങളാണ്. നാസ്തിയും നഭാതിയും ആയുള്ള രൂപം രണ്ടും തത്വജ്ഞാനേന നശിച്ചിടുമെന്നറിഞ്ഞാലും. അസത്വാവരണത്തിന്റെ സ്വാധീനത്തിൽ പെടുമ്പോഴാണ് നാസ്തി, ബ്രഹ്മനാസ്തി, ബ്രഹ്മമില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നത്. അഭാനാവരണത്തിന്റെ സ്വാധീനത്തിൽ പെടുമ്പോൾ അത് പ്രകാശിക്കുന്നില്ല, ബ്രഹ്മം എന്നൊന്ന് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല എന്നും ചിന്തിക്കാൻ തോന്നും. ഈ രണ്ട് ആവരണവും, അല്ലെങ്കിൽ ഈ അസത്വാവരണത്തിന്റെയും അഭാനാവരണത്തിന്റെയും സ്വാധീനം, ഇത് രണ്ടും തന്നെ തത്വജ്ഞാനേന നശിച്ചിടുമെന്നറിഞ്ഞാലും, താത്വിക ജ്ഞാനം കൊണ്ട്, താത്വികമായി വസ്തുവിനെ അറിയുന്നത് കൊണ്ട്, തത്വജ്ഞാനത്തിലൂടെ ഈ രണ്ടാവരണവും നശിക്കും എന്നറിഞ്ഞാലും അല്ലയോ ബാലേ. തത്വജ്ഞാനവും രണ്ടായുണ്ടതിൽ പരോക്ഷജ്ഞാനത്തിനാൽ നശിച്ചിടും അസത്വാവരണവും. ഇങ്ങനെ ആവരണത്തിൽ രണ്ട് വിഭാഗമുണ്ട്, അസത്വാവരണം, അഭാനാവരണം. അത് രണ്ടും തത്വജ്ഞാനം കൊണ്ട് നീങ്ങിക്കിട്ടും, അല്ലെങ്കിൽ തത്വജ്ഞാനം ആ രണ്ടിനെയും നശിപ്പിക്കും. ഈ തത്വജ്ഞാനത്തിൽ തന്നെ രണ്ട് പിരിവുകളുണ്ട്. അതെന്താണ്? തത്വജ്ഞാനത്തിലും രണ്ട് വിഭാഗമുണ്ടോ? ഉണ്ട്. ഒന്ന് പരോക്ഷജ്ഞാനം, മറ്റേത് അപരോക്ഷജ്ഞാനം. ഇതാണ് തത്വജ്ഞാനത്തിലുള്ള രണ്ട് വിഭാഗങ്ങൾ. തത്വജ്ഞാനവും രണ്ടായുണ്ട്, അതിൽ പരോക്ഷജ്ഞാനത്തിനാൽ നശിച്ചിടും അസത്വാവരണവും. എങ്ങനെയാണോ ആവരണത്തിന് രണ്ട് വിഭാഗങ്ങളുള്ളത്, അതുപോലെ തത്വജ്ഞാനത്തിനും രണ്ട് വിഭാഗമുണ്ട്. ആവരണത്തിൽ ആദ്യത്തെ വിഭാഗം ഏതാണ്? അസത്വാവരണം, ബ്രഹ്മമില്ല എന്ന് തോന്നുന്നത്. ആ ആവരണത്തെ ഏത് നശിപ്പിക്കും? പരോക്ഷജ്ഞാനം എന്ന തത്വജ്ഞാന വിഭാഗം നശിപ്പിക്കും. പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഡയറക്റ്റ് നോളജ് എന്ന് പറഞ്ഞാൽ, ബ്രഹ്മം എന്നൊന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്
ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ ആ ജ്ഞാനം നേടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളുടെ പ്രഭാഷണമോ വാക്കുകളോ ശ്രവിക്കുമ്പോഴോ ആണ്. ഇങ്ങനെയാണ് നമുക്ക് ബ്രഹ്മം എന്നൊന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ബ്രഹ്മമില്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന അസത്വാവരണം ബ്രഹ്മമുണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കൊണ്ടും തത്വജ്ഞാനികളുടെ വാക്കുകളെ ശ്രവിക്കുന്നത് കൊണ്ടും നീങ്ങിക്കിട്ടും. അപ്പൊ അസത്വാവരണത്തെ ഏതാണ് നശിപ്പിക്കുന്നത്? പരോക്ഷജ്ഞാനം. ഉണ്ട് എന്ന് തറപ്പിച്ചു പറയുന്നു ഉപനിഷത്തുകൾ, വേദാന്ത ഗ്രന്ഥങ്ങൾ എല്ലാം തന്നെ ബ്രഹ്മം ഉള്ളതാണ്, ഉണ്മയാണ് അതിൻ്റെ സ്വരൂപം. ഉണ്മ സ്വരൂപമായതിനെ ഇനി പ്രത്യേകിച്ച് ഉള്ളത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്മ, സത്യം, കൈമുതലായിട്ടുള്ളത്, അതാണ് ഈ സദ്വസ്തു അഥവാ ബ്രഹ്മം. അപ്പോ ഇല്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അസത്വാവരണത്തെ പരോക്ഷജ്ഞാനം നശിപ്പിക്കും. അങ്ങനെ അസത്വാവരണം നീങ്ങും. അപ്പൊ എന്താണ് പരോക്ഷജ്ഞാനം? ബ്രഹ്മം എന്നൊന്നുണ്ട് എന്ന് അധ്യാത്മ ഗ്രന്ഥ പഠനത്തിലൂടെയോ അല്ലെങ്കിൽ തത്വശ്രവണത്തിലൂടെയോ നമ്മൾ കേൾക്കുമ്പോഴാണ് ബ്രഹ്മം എന്നൊരു സദ്വസ്തു ഇവിടെ ഉണ്ട്, നാശമില്ലാത്തത്. അതിനെ സാക്ഷാത്കരിക്കുകയാണ് മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാകും. അപ്പോൾ തത്വജ്ഞാനത്തിൻ്റെ ഒരംശമായ പരോക്ഷജ്ഞാനം അസത്വാവരണത്തെ നീക്കുന്നു. ഇത്രയും വായിച്ചതിൻ്റെ സാരം വായിക്കാം. അസത്വാവരണവും അഭാനാവരണവും അസത്താകുന്നു. രണ്ടായി പിരിഞ്ഞ് വസ്തു ഇല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഈ ആവരണങ്ങൾ മറച്ചിരിക്കുന്നു. ഈശ്വരനെ അല്ലെങ്കിൽ ആത്മാവിനെ, ബ്രഹ്മത്തെ മറച്ചുകൊണ്ടാണ് ഈ ആവരണശക്തി നിലനിൽക്കുന്നത്. നാസ്തിയും നഭാതിയുമായുള്ള രൂപം രണ്ടും തത്വജ്ഞാനം ഉദയമാകുമ്പോൾ നശിച്ചുപോകും എന്നറിഞ്ഞാലും, അതായത് നാസ്തികത്വം നിമിത്തം മിഥ്യാബോധം ഉണ്ടാവുകയും സത്യസ്ഥിതി ഉണരുമ്പോൾ ഇല്ല എന്ന വസ്തു അല്ലെങ്കിൽ ആത്മാവ്, ഈശ്വരൻ തന്നിൽ തന്നെ ഉണ്ട് എന്ന ദൃഢത ഉണ്ടാവുകയും ചെയ്യും എന്ന് സാരം. എന്താണ്? ആദ്യം ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച ഈശ്വര തത്വം ആദ്യമായിട്ട് ഉണ്ട് എന്ന് വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് നാം കേൾക്കുന്നു. വിശ്വസനീയമായ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ, അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഇതിൽ നിന്നാണ് ബ്രഹ്മം എന്നൊന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാലും പോരാ, അത് താനാണ് എന്നും അറിയണം. അങ്ങനെ ബ്രഹ്മമുണ്ട് എന്നറിയുന്നത് അപരോക്ഷജ്ഞാനവും ആ ബ്രഹ്മം താനായിട്ടിരിക്കുന്നു എന്നുള്ള അറിവ് അപരോക്ഷജ്ഞാനവുമാണ്. ആദ്യത്തേത് പരോക്ഷജ്ഞാനം, ബ്രഹ്മമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നാം ഒരവസ്ഥയിലെത്തും. അപ്പോഴാണ് നമുക്ക് പരോക്ഷജ്ഞാനം കിട്ടി എന്ന് പറയാൻ കഴിയുക. അത് കഴിഞ്ഞ് അത് തന്നെ അനുഭവത്തിൽ പ്രകാശിക്കുമ്പോൾ ആ ബ്രഹ്മം എന്നിൽ നിന്ന് വിഭിന്നമല്ല, ഞാൻ തന്നെയാണ് ബ്രഹ്മമാണ് എൻ്റെ ഉള്ളിലെ ഞാൻ എന്ന അനുഭവമായി പ്രകാശിക്കുന്നത് എന്ന് അനുഭൂതിയിലൂടെ മനസ്സിലാക്കുമ്പോൾ അപരോക്ഷജ്ഞാനവും ലഭിച്ചു എന്ന് പറയാം. തത്വജ്ഞാനം രണ്ടു വിധമാണ്, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം എന്നിവയാണവ. സദ്ഗുരുവിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനത്താൽ അസത്വാവരണം നശിക്കും. അപ്പോൾ നാസ്തികത്വം നശിച്ച് ആസ്തികത്വം ഉദയമാകും. എന്താണ് അസത്വാവരണം? നാസ്തി, ഇല്ല. അത് ഈശ്വരനായാലും ബ്രഹ്മമായാലും ആത്മാവായാലും എന്തോ ആയിക്കോട്ടെ, ഉള്ളതിനെ ഇല്ല എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ നാസ്തികത്വം എന്ന് പറയുന്നത്. ആ നാസ്തികത്വം പരോക്ഷജ്ഞാനത്തിലൂടെ നഷ്ടമാകും. നാം ആസ്തികന്മാരായി മാറും, ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളായി മാറും. അതായത് ഞാൻ തന്നെ എല്ലാം എന്ന അറിവ് സംജാതമാകും എന്ന് സാരം. അങ്ങനെ ഒരു സദ്വസ്തു ഉണ്ട് എന്ന് ആദ്യം അറിയും. അത് തന്നെ നമ്മുടെ അനുഭവത്തിൽ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമായ ബ്രഹ്മം ഞാൻ തന്നെയാണ്. ഞാൻ പരിമിതനായ ഒരു വ്യക്തിയല്ല, ഞാൻ അഖണ്ഡമായ ഒരു തത്വമാണ് എന്ന് അനുഭവത്തിലൂടെ അറിയാൻ പറ്റും. അതാണ് ആത്മജ്ഞാനം. അത് നേടിക്കഴിഞ്ഞാൽ നാം മുക്തരായി എന്ന് പറയാം. പിന്നെ ജനനമരണ രൂപമായി സംസാരത്തിൽ കറങ്ങേണ്ട കാര്യമില്ല. നിരീശ്വരവാദം മാറി ഈശ്വര സ്വരൂപം തെളിയും എന്നും അറിയണം. എങ്ങനെ? ആദ്യം പരോക്ഷജ്ഞാനത്തിലൂടെ, പിന്നീട് അപരോക്ഷജ്ഞാനത്തിലൂടെ.
അസ്ഥി ഭാതി പ്രിയം എന്ന നിയമത്തെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് യോഗീശ്വരൻ. ബ്രഹ്മത്തിന്റെ സ്വരൂപങ്ങളാണ്, സ്വരൂപ ലക്ഷണങ്ങളാണ് ഈ അസ്ഥി ഭാതി പ്രിയം. ഇതിനെ തന്നെയാണ് നമ്മൾ സത്ത് ചിത്ത് ആനന്ദം എന്നും പറയുന്നത്. എന്താണ് ബ്രഹ്മസ്വരൂപം? അസ്ഥി, അതുണ്ട്, ഉണ്മസ്വരൂപമായത്. ശരി, ഉണ്ടായിരുന്നാലും അത് ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമോ? അത് ഉള്ളതായി പ്രകാശിക്കുമോ? ഉള്ളതായിരിക്കുന്നത് വേറെ, ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് പ്രകാശിക്കുന്നത് വേറെ. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉള്ളത്, ബ്രഹ്മമുണ്ട്. ഇനി അത് പ്രകാശിക്കുന്നുണ്ടോ? ഉണ്ട്, ഭാതി, പ്രകാശിക്കുന്നു. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്താ? പ്രിയം. പ്രിയം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്നതാണ്, നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണത്. ഹേയ്, അങ്ങനെ ഇല്ലല്ലോ. ബ്രഹ്മത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ഭാര്യയും കുട്ടികളും കുടുംബവും വീടും കാറും പണവും ഇതൊക്കെയാണ് എനിക്ക് വളരെ ഇഷ്ടം. നല്ല ആഹാരം, വിഭവസമൃദ്ധമായ സദ്യ, അതും എനിക്കിഷ്ടമാണ്. പിന്നെ ഈ ബ്രഹ്മത്തെ ഇഷ്ടപ്പെടുന്നു, ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണമാണ് പ്രിയം എന്ന് പറയുന്നതിന് എന്തർത്ഥം? വ്യക്തമാക്കി തരാം. എന്തും പ്രിയപ്പെട്ടതാവുന്നത് എനിക്കാണല്ലോ. എനിക്ക് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും. ഭാര്യയ്ക്ക് ഭർത്താവ് പ്രിയപ്പെട്ട ആളായിത്തീരുന്നു, ഭർത്താവിന് ഭാര്യയും പ്രിയപ്പെട്ടവളായിത്തീരുന്നു. ഇവർ രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരായിത്തീരുന്നു. പിന്നെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ വീട്, കാറ്, മറ്റ് ആഡംബര വസ്തുക്കൾ ഇതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവയാണ്. കാരണം അവയിൽ നിന്നെല്ലാം നമുക്ക് സുഖം കിട്ടുന്നു എന്നുള്ളത്. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഇവയെല്ലാം ഒരു വ്യക്തിയെ എടുക്കൂ. ആ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മറ്റു വ്യക്തികളോ ഭോഗ്യ പദാർത്ഥങ്ങളോ ആയിക്കോട്ടെ, അവ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവയായിരിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ച് എന്ന് ചോദിച്ചാൽ അവയിൽ നിന്ന് ഇയാൾക്ക് സുഖം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലം അവ ഈ വ്യക്തിയെ സുഖിപ്പിക്കുമോ അത്രയും കാലം അവ ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ടവയായിരിക്കും. പക്ഷേ അവയിൽ നിന്ന് എപ്പോഴെങ്കിലും ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ അവയിലുള്ള പ്രിയം ഈ വ്യക്തിക്ക് നഷ്ടമാണ്. അതായത് അവ ഇഷ്ടപ്പെടാത്തവയായി മാറും. ഇങ്ങനെ എല്ലാം തനിക്കു വേണ്ടിയാണ് പ്രിയപ്പെട്ടതായി തീരുന്നത്. ഉപനിഷത്താണ് ഈ കാര്യമൊക്കെ പറയുന്നത്. ആത്മാവ്, ഞാൻ, ആ ഞാനിൽ ആണ് ഏറ്റവും വലിയ പ്രിയം ഓരോ വ്യക്തിക്കുമുള്ളത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് നിഷ്പക്ഷമായി ഞാൻ ആലോചിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, ഞാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. മറ്റുള്ളവയൊക്കെ ഈ പ്രിയത്തിൻ്റെ അംശങ്ങളാണ്. എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അനുകൂലയായിരിക്കുന്ന ഭാര്യയെയും അതുപോലെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളെയും എനിക്കിഷ്ടമാണ്. അവരിടഞ്ഞാൽ അവരിലുള്ള പ്രിയം നഷ്ടമാകും. അപ്പോഴും ഞാൻ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയായിരിക്കും. ഈ ആത്മാവിലുള്ള പ്രിയം, തന്നിൽ തന്നെയുള്ള പ്രിയം ഒരു കാലത്തും നഷ്ടമാവുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ആത്മസ്വരൂപമാണ്. ഏതിലാണോ നമുക്ക് പ്രിയം വിട്ടുപോകാതെ ഇരിക്കുന്നത് അത് ആനന്ദദായകവുമായിരിക്കും. അതുകൊണ്ട് ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ടാണ് നാം നമ്മെ തന്നെ എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവനവനിലുള്ള അല്ലെങ്കിൽ അവളവളിലുള്ള പ്രിയം വിട്ടുപോകാതിരിക്കാൻ കാരണം അത് ആത്മപ്രകടനമായത് കൊണ്ടാണ്. ആ ആത്മാവ് എന്നും പ്രിയസ്വരൂപമാണ്. പ്രിയമായിരിക്കാൻ കാരണം അത് ആനന്ദ സ്വരൂപമാണ്. ആനന്ദത്തിലാണ് അല്ലെങ്കിൽ നമുക്ക് ആനന്ദം നൽകുന്നവയാണ് നാം ഇഷ്ടപ്പെടുക. നാം ഇഷ്ടപ്പെടുന്നവ നമ്മെ സുഖിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ സുഖം കിട്ടാതെ വന്നാൽ ആ വസ്തുവിനെ ഞാൻ വെറുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതായിത്തീരും. ഇങ്ങനെ തന്നിൽ തന്നെയുള്ള പ്രിയം വിട്ടുമാറാതെ നിരന്തരമായി ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ ഞാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ. ആ പ്രിയത്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഞാനിനു വേണ്ടിയാണ് മറ്റുള്ളവ പ്രിയപ്പെട്ടവയായിരിക്കുന്നത്. എൻ്റെ പ്രിയത്തെ ഞാൻ മറ്റുള്ളവയിൽ ആരോപിച്ച് അവയെ പ്രിയപ്പെട്ടവ എന്ന് കരുതുന്നു. ഈ പ്രിയത്തെ അങ്ങനെ ആരോപിക്കാൻ പറ്റുമോ? പറ്റും. പഞ്ചസാര, ശർക്കര, കരിപ്പട്ടി, തേൻ, ഇങ്ങനെ അനേകം മധുര പദാർത്ഥങ്ങളുണ്ടല്ലോ. പഞ്ചസാരയുടെ കാര്യം തന്നെ എടുക്കാം. പഞ്ചസാര മാധുര്യമുള്ളതാണല്ലോ.
ഈ പഞ്ചസാരയെ നമ്മൾ കാപ്പിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കി കുടിക്കുമ്പോൾ ആ വെള്ളത്തിനും ഈ മാധുര്യം പകർന്നു കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. പക്ഷേ ആ മാധുര്യം കാപ്പിയുടേതോ വെള്ളത്തിൻ്റെതോ അല്ല, പഞ്ചസാര അവയിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് മധുരരസം അനുഭവപ്പെടുന്നത്. വാസ്തവത്തിൽ ആ മാധുര്യം ആരുടെ സംഭാവനയാണ്? പഞ്ചസാരയുടെ അല്ലെങ്കിൽ ശർക്കരയുടെ, കരിപ്പട്ടിയുടെ, മറ്റ് മധുരപദാർത്ഥങ്ങളുടെയാണ്. അപ്പൊ ഇങ്ങനെ ആത്മാവ് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുകയും ആ ആത്മാവിന് വേണ്ടി മറ്റുള്ളവ പ്രിയപ്പെട്ടവയായി തീരുകയുമാണ് ചെയ്യുന്നത്. തൻ്റെ പ്രിയത്തെ ബാഹ്യ വസ്തുക്കളിലും മറ്റു വ്യക്തികളിലും ആരോപിച്ച് അവയെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം ഈ ജീവനുണ്ട്. എന്തിനാ ഇങ്ങനെ മറ്റൊന്നിൽ പ്രിയത്തെ ആരോപിച്ച് അവയെ ഇഷ്ടപ്പെട്ട് അവയെ പ്രേമിച്ച് അവയെ സ്നേഹിച്ച് ഈ ജീവൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, പ്രിയം എന്നുള്ളത് ആത്മാവിൻ്റെ തനതായ ഗുണമാണ്, സ്വരൂപമാണ്. പക്ഷേ ആ പ്രിയം ആനന്ദത്തിൻ്റെ അടിത്തറയാണ്. ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ആനന്ദ സ്വരൂപനായത് കൊണ്ടാണ് എന്ന സത്യം മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ പ്രിയത്തെ പുറം വസ്തുക്കളിലും മറ്റു വ്യക്തികളിലും കുടുംബാംഗങ്ങളിലും ഒക്കെ ആരോപിച്ച് അവർ പ്രിയപ്പെട്ടവരാവുകയും നമുക്ക് അവരിൽ നിന്ന് സുഖം കിട്ടുന്നു എന്ന് കരുതുകയും ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. എപ്പോഴാണോ താൻ ആനന്ദസ്വരൂപമായ ബ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്, അതായത് ആത്മജ്ഞാനം ഉണ്ടാവുന്നത്, അപ്പോൾ സുഖത്തിനായി മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവുകയില്ല. എനിക്ക് ആനന്ദിക്കാൻ ഞാൻ തന്നെ മതി, ഞാൻ തന്നെ ധാരാളം. ആനന്ദത്തിൻ്റെ വറ്റാത്ത ഒരു കടലാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. സാഗരം പോലെ അക്കരെ കാണാൻ കഴിയാതെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആനന്ദ സമുദ്രത്തെയാണ് ഋഷിമാർ ബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പേര് പറഞ്ഞു വിളിച്ചത്. പക്ഷേ നമ്മൾ ആ സത്യം അറിയാത്തത് കൊണ്ട്, ഞാൻ എന്ന ഭാവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടും അതിൻ്റെ സ്വരൂപം അറിയപ്പെടാത്തത് കൊണ്ടും ആ പ്രിയം എന്നുള്ള സ്വരൂപത്തെ അല്ലെങ്കിൽ ആ ഭാവത്തെ പുറമേയുള്ളവയിൽ ആരോപിച്ച് അവ പ്രിയപ്പെട്ടവയായി തീരുകയും ആ പ്രിയപ്പെട്ടവകളിൽ നിന്നാണ് നമുക്ക് സുഖം കിട്ടുന്നത്, ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അപ്പോൾ അസ്ഥി ഭാതി പ്രിയം, ഇത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപ ലക്ഷണമാണ്. ഇവിടെ പ്രിയം എന്ന് പറഞ്ഞാൽ ആനന്ദം, സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്നുള്ളത് ഉള്ളത്, ഉള്ള വസ്തു, അത് തന്നെയാണ് അസ്ഥി എന്ന് പറയുന്നത്. ചിത്ത് എന്ന് പറഞ്ഞാൽ അത് ഉള്ളതായിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഉണ്ട് എന്ന് അനുഭവിക്കുകയും ചെയ്യുന്നു, അനുഭവിപ്പിച്ചു തരികയും ചെയ്യുന്നു. ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് എൻ്റെ മിടുക്കല്ല, ഞാൻ എന്ന ഭാവത്തെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യം, ചിത്സ്വരൂപനായ പരമാത്മാവ് പ്രകാശിപ്പിച്ചു തരുന്നത് കൊണ്ടാണ് എനിക്ക് ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് പ്രകാശിക്കുന്നതാണ്. ഭാതി, ഏതാണ് പ്രകാശിക്കുന്നത്? സ്വയം പ്രകാശിക്കുന്നത്, ജഡമല്ല, ചിത്ത്. അപ്പോ സത്ത് അസ്ഥി, ചിത്ത് എന്ന് പറഞ്ഞാൽ ഭാതി, പ്രകാശിക്കുന്നു. ആനന്ദം, അത് തന്നെയാണ് പ്രിയം. ആനന്ദം നമുക്ക് കിട്ടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുക, പ്രിയപ്പെടുക. ഇനി എന്ത് പറയുന്നു നോക്കാം. നാസ്തി എന്നതു നശിച്ചിടുമന്നേരം വസ്തു, അസ്തി എന്നനുഭവ സിദ്ധിയുമുണ്ടായി വരും. അസത്വാവരണവും നശിക്കും നഭാതിയാം, അസത്തുണ്ടതു അപരോക്ഷജ്ഞാനത്തിനാലേ ക്ഷയിക്കുമപ്പോൾ അഭാനാവരണവും നാശം നയിക്കും. ബ്രഹ്മം അസ്തി ഭാതി എന്നപ്പോൾ വരും. നാസ്തിയും നഭാതിയും നശിച്ചാലവരണ ശക്തിയും നശിച്ചിടും, ആനന്ദാപ്തിയുമുണ്ടാം. നാസ്തി എന്നത് നശിച്ചിടും അന്നേരം. നാസ്തി, ഇല്ല എന്നുള്ള ഭാവം അപ്പോൾ നശിക്കും. എപ്പോൾ? പരോക്ഷജ്ഞാനം നേടുമ്പോൾ. ശാസ്ത്രങ്ങൾ വായിച്ചും തത്വജ്ഞാനികളുടെ വാക്കുകൾ ശ്രവിച്ചും ബ്രഹ്മം എന്നൊന്നുണ്ട് എന്നുള്ളത് യുക്തിയുക്തം അവർ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളാൻ നിർബന്ധിതരായിത്തീരും. അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. യു ആർ ബൗണ്ട് ടു ബിലീവ്, യു ആർ ഫോഴ്സ്ഡ് ടു ബിലീവ്. നിങ്ങൾ
വിശ്വസിക്കാൻ നിർബന്ധിതരായിത്തീരും. വിശ്വസിക്കണ്ട, ഞാൻ ഇവരുടെ വാക്കുകളെ അവിശ്വസിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിശ്വസിക്കാൻ പറ്റില്ല. അത്ര യുക്തിയുക്തമായി വ്യക്തമായി ഈ ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ ശാസ്ത്രങ്ങൾ വെളിപ്പെടുത്തി തരും. അങ്ങനെ ബുദ്ധിക്ക് അത് തെളിഞ്ഞു കിട്ടും. അപ്പോൾ അസത്വാവരണം ഇല്ലാതാകും. എപ്പോ? പരോക്ഷജ്ഞാനം നേടുമ്പോൾ നാസ്തി, ഇല്ല എന്നുള്ള അസത്വാവരണം നീങ്ങും. അപ്പൊ എന്താകും? അസ്ഥി എന്ന അനുഭവ സിദ്ധിയും ഉണ്ടായി വരും. ബ്രഹ്മം ഉണ്ട്, ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയല്ല, അങ്ങനെ കരുതുകയല്ല, ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അത്ര വ്യക്തമായി യുക്തിയുക്തം ശാസ്ത്രങ്ങൾ ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ നാസ്തി എന്ന ഭാവം നീങ്ങി അസ്ഥി എന്ന ഭാവം ഉണ്ടാകുന്നു. ബ്രഹ്മമുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങുന്നു. അത് വെറും കെട്ടുകഥയല്ല, മനസ്സിന്റെ സങ്കല്പമല്ല, മനുഷ്യ ബുദ്ധിയിലെ ഒരു വിഭ്രമമല്ല, അത് ഉണ്മ തന്നെയാണ് എന്ന് ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് ഉറപ്പുവരും. അസത്വാവരണവും നശിക്കും നഭാതിയാം, നശിക്കും നഭാതിയാം അസത്തുണ്ടതും അപരോക്ഷജ്ഞാനത്തിനാലേ. ഇങ്ങനെ ഉണ്ട് എന്ന് നാം ഉറച്ചു വിശ്വസിച്ചു തുടങ്ങുമ്പോൾ നാസ്തി എന്നുള്ള അസത്വാവരണം നശിക്കും. ഇനി നഭാതി, അത് പ്രകാശിക്കുന്നില്ല, അതിൻ്റെ അനുഭവ മണ്ഡലത്തിൽ ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അതാണ് അഭാനാവരണം. അത് എങ്ങനെ നശിക്കും എന്ന് ചോദിച്ചാൽ അപരോക്ഷജ്ഞാനത്തിനാലേ ക്ഷയിക്കും. അതായത് ബ്രഹ്മമുണ്ട് എന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കുകയും ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ നാം അതിനെ സമീപിക്കുകയും അത് കാലക്രമത്തിൽ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രകാശിക്കുന്നില്ല എന്ന രൂപത്തിൽ ഉണ്ടായിരുന്ന അഭാനാവരണം നശിക്കും. ചുരുക്കം എന്താ? പരോക്ഷജ്ഞാനം കൊണ്ട് അസത്വാവരണവും അപരോക്ഷജ്ഞാനം അല്ലെങ്കിൽ പ്രത്യക്ഷമായ അനുഭവം സ്വാനുഭൂതിയിലൂടെ അഭാനാവരണവും നശിക്കും. അപരോക്ഷജ്ഞാനത്തിനാലേ ക്ഷയിക്കും. എന്ത്? നഭാതി എന്ന പ്രകാശിക്കുന്നില്ല എന്ന അഭാനാവരണം. അപ്പോൾ അഭാനാവരണവും നാശം നയിക്കും, അത് ഇല്ലാതാവും. ഇങ്ങനെ തത്വജ്ഞാനത്തിന്റെ രണ്ട് പിരിവുകളാൽ ആവരണ ശക്തിയുടെ രണ്ട് പിരിവുകൾ യഥാക്രമം നഷ്ടമാകും. ഇപ്പൊ എന്താവും? നയിക്കും ബ്രഹ്മാമസ്തി ഭാതി എന്നപ്പോൾ വരും. ഇങ്ങനെ അജ്ഞാനാവരണവും അഭാനാവരണവും യഥാക്രമം പരോക്ഷജ്ഞാനത്താലും അപരോക്ഷജ്ഞാനത്താലും നശിപ്പിക്കപ്പെടുമ്പോൾ ബ്രഹ്മമസ്തി ഭാതി എന്നപ്പോൾ വരും. ബ്രഹ്മമുണ്ട്, അത് പ്രകാശിക്കുന്നു. എങ്ങനെ പ്രകാശിക്കുന്നു? ഞാനുണ്ട്, ഞാനുണ്ട് എന്ന് നമ്മെ സദാ അറിയിച്ചു തരുന്ന അനുഭവ പ്രകാശമാണ് ബ്രഹ്മം. അപ്പോ ഇല്ല എന്ന് പറഞ്ഞത് ഉണ്ട് എന്നാവും, അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് അനുഭവപ്പെടുന്നു, അത് ഞാനാണ് എന്ന് പറയാറാകും. നാസ്തിയും നഭാതിയും നശിച്ചാലാവരണ ശക്തിയും നശിച്ചിടും ആനന്ദാപ്തിയും ഉണ്ടാം. ഇങ്ങനെ നാസ്തി എന്ന അസത്വാവരണവും നഭാതി എന്ന അജ്ഞാനാവരണവും അല്ലെങ്കിൽ അഭാനാവരണവും നശിച്ചാൽ ആവരണശക്തി പൂർണ്ണമായി നശിച്ചു എന്ന് നമുക്ക് പറയാം. ആവരണം പൂർണ്ണമായി നഷ്ടമായാൽ ആനന്ദപ്രാപ്തി ഉണ്ടാകും. നിരന്തരമായ ആനന്ദം ഉള്ളിൽ അനുഭവിക്കാറാകും. മരണത്തിനു പോലും അപഹരിക്കാൻ കഴിയാത്ത ഇടതിങ്ങിയ ആനന്ദം, അതാണ് ബ്രഹ്മാനുഭവം. അല്ലാതെ എന്തോ പ്രകാശം കാണുന്നതോ എന്തോ ചില ദിവ്യ രൂപങ്ങളോ ദിവ്യ ശബ്ദങ്ങളോ കേൾക്കുന്നതോ ഒന്നുമല്ല. അവിടെ രൂപവുമില്ല, പാട്ടുമില്ല, ശബ്ദവുമില്ല. അവിടെ അറിയപ്പെടാനോ കാണപ്പെടാനോ കേൾക്കപ്പെടാനോ മറ്റൊന്നും തന്നെ ഇല്ല. അഖണ്ഡമായ ഇടതൂർന്ന നിബിഡമായ സാന്ദ്രമായ ആനന്ദമാണ് ബ്രഹ്മം. സാരം വായിക്കാം. ഞാനുണ്ട്, ഞാൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ആനന്ദമായിരിക്കുന്നു. ഞാൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, ഞാൻ മറയ്ക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഉണ്ട്, ആ ഉണ്മയ്ക്ക് ഒരു മറയുമില്ല. ഞാൻ ആനന്ദ സ്വരൂപനായിരിക്കുന്നു എന്ന അറിവ് സിദ്ധമാകുമ്പോൾ നാസ്തിഭാവവും അസത്വാവരണവും അഥവാ ഇല്ല എന്ന ഭാവവും നശിച്ച് ഞാനുണ്ട് എന്ന് ബോധ്യപ്പെടും. അതുമാത്രമല്ല, ആ ഞാൻ
ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മമാണ് എൻ്റെ ഉള്ളിൽ ഞാനെന്ന് പ്രകാശിക്കുന്നത് എന്നും പിടികിട്ടും. പരോക്ഷജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന വസ്തു ഉദയമാകും. പരോക്ഷജ്ഞാനം നേടിയത് കൊണ്ടും അറിവ് പൂർണ്ണമാവില്ല. എന്തുകൊണ്ട്? ബ്രഹ്മമുണ്ട് എന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അത് ഞാനാണ് എന്നുള്ള അറിവ് അപരോക്ഷജ്ഞാനത്തിലൂടെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ അറിവിൻ്റെ പൂർത്തി അപരോക്ഷജ്ഞാനം നേടുമ്പോൾ മാത്രമാണ് സംഭവിക്കുക. ഇവിടെയാണ് ഞാനുണ്ട് എന്ന ബോധ്യം വരുന്നത്. ഞാനുണ്ട് എന്നുള്ള അനുഭവം ഇപ്പോഴുണ്ട്, പക്ഷെ അതോടൊപ്പം ഒരു ഭയവും കൂടെ ഉണ്ട്. ഞാൻ ഒരു ദിവസം ഇല്ലാതായി പോവും, മരിച്ചു പോവും. ആ ഭയം നീങ്ങിക്കിട്ടും. ഞാൻ ഉണ്ട്, ഞാൻ എന്നുമുള്ളവനാണ്, എനിക്ക് നാശമില്ല. ശരീര മനസ്സുകൾ പ്രാണൻ ഇന്ദ്രിയങ്ങൾ എല്ലാം നഷ്ടമായാലും ഞാനാകുന്ന അസ്തിത്വത്തിന് ഒരു നാശവുമില്ല, എനിക്ക് മരണമില്ല. മരിക്കുന്നവയൊക്കെ എന്നിൽ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞു പോകുന്ന വെറും ഭ്രമദൃശ്യങ്ങൾ എന്നുറപ്പു വരുന്ന ഒരാൾ എങ്ങനെ മരണത്തെ ഭയപ്പെടും? ഈ മോക്ഷം, അമരത്വം എന്നൊക്കെ പറഞ്ഞാൽ മരിക്കാത്ത അവസ്ഥ എന്ന് നമ്മൾ പറയും. മരിക്കാത്ത അവസ്ഥയല്ലാതെ തനിക്ക് മരിക്കാനൊക്കില്ല, മരണമില്ലാത്ത സത്യവസ്തുവാണ് ഞാൻ എന്ന അറിവ് കൊണ്ട് നേടുന്ന ഉറപ്പാണ് വാസ്തവത്തിൽ മോക്ഷം. അതൊരു സ്ഥിതിയല്ല, അത് വസ്തുവിൻ്റെ സ്വരൂപം തന്നെയാണ്. തുടർന്ന് അപരോക്ഷജ്ഞാനത്തിൽ ശേഷിച്ച കന്മഷമെല്ലാം നശിച്ച്, കന്മഷം എന്ന് പറഞ്ഞാൽ കളങ്കം, അഴുക്ക്, മനസ്സിലുള്ള മാലിന്യങ്ങൾ, രാഗദ്വേഷങ്ങൾ, കാമക്രോധാദികൾ, ഇതെല്ലാം നശിച്ച് പരബ്രഹ്മം മാത്രം അവശേഷിച്ച് പ്രകാശിക്കും. നാസ്തിയും നഭാതിയും നശിച്ചാൽ ആവരണശക്തിയും നശിച്ച് ആനന്ദപ്രാപ്തി ഉണ്ടാകും എന്നും അറിഞ്ഞുകൊള്ളുക. തത്വജ്ഞാനവും രണ്ടുണ്ടെന്നു ചൊന്നതിൽ മുമ്പ് വസ്തുവേ ഗുരുമുഖമായി തിരിച്ചറിവത് നാസ്തിയെ നശിപ്പിക്കും പരോക്ഷജ്ഞാനമിതെന്നോർത്തുകാൺ. ഇതു തന്നെ ശ്രവണമാകുന്നതും ശ്രവണത്തിനാലാത്മാവിന്നവണ്ണമെന്നനുഭവമായി വരുവതീനുചിതമുണ്ടായിടും. ശ്രവണത്തിനാലറിയപ്പെട്ടോരാത്മാവിനെ മനനത്തിനാൽ വിചാരിച്ചാൽ സംശയം തീരും. എത്ര വ്യക്തമായാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് നോക്കൂ. തത്വജ്ഞാനവും രണ്ടുണ്ട് എന്ന് ചൊന്നതിൽ, തത്വജ്ഞാനം രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം. അങ്ങനെ രണ്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതിൽ മുമ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പരോക്ഷജ്ഞാനം വസ്തുവെ ഗുരുമുഖമായി തിരിച്ചറിവത്. ഒരു ഗുരുവിന്റെ മുഖത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രവിച്ച് വസ്തു ഉണ്ട് എന്ന് നമ്മുടെ ബുദ്ധി തീരുമാനിച്ചാൽ ആ തീരുമാനം തന്നെയാണ് പരോക്ഷജ്ഞാനം. ബ്രഹ്മമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമേ ഉണ്ടാകാൻ പാടില്ല. ബുദ്ധിക്ക് സംശയരഹിതമായി ബ്രഹ്മത്തിന്റെ ഉണ്മ പിടികിട്ടി എങ്കിൽ പരോക്ഷജ്ഞാനം ഉണ്ടായി എന്നർത്ഥം. അപ്പോ ആദ്യം ഉണ്ടാകുന്നത് പരോക്ഷജ്ഞാനമാണ്. എപ്പോഴും അപരോക്ഷജ്ഞാനം രണ്ടാമത് പിന്നീടാണ് സംഭവിക്കുക. വസ്തുവെ ഗുരുമുഖമായി തിരിച്ചറിവത്, ഗുരുമുഖമായി ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിന്നോ തിരിച്ചറിയുക. ബ്രഹ്മം എന്നുള്ളത് ഉള്ള വസ്തുവാണ്, അത് നാശമില്ലാത്തതാണ്, അതുമാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളൂ, മറ്റുള്ളതൊക്കെ ഇല്ലാത്തതാണ്. ഈ അറിവാണ് പരോക്ഷജ്ഞാനം. അതെന്ത് ചെയ്യും? നാസ്തിയെ നശിപ്പിക്കും. പരോക്ഷജ്ഞാനമിതെന്ന് ഓർത്ത് കാൺ. ബ്രഹ്മമില്ല എന്ന ഭാവത്തെ ഈ പരോക്ഷജ്ഞാനം ബുദ്ധിയുടെ നിശ്ചയം, വ്യവസായാത്മിക ബുദ്ധി എന്ന് കൃഷ്ണൻ പറയുന്നത് ഈ പരോക്ഷജ്ഞാനത്തെ തന്നെയാണ്. തത്വശ്രവണത്തിലൂടെയാണ് ഈ പരോക്ഷജ്ഞാനം സിദ്ധിക്കുക. ഈ പരോക്ഷജ്ഞാനം നാസ്തി, ബ്രഹ്മമില്ല എന്നുള്ള ഭാവത്തെ നശിപ്പിക്കും. ആ ആവരണത്തെ, അസത്വാവരണത്തെ നശിപ്പിക്കും. ഓർത്ത് കാൺ. ഇത് തന്നെ ശ്രവണമാകുന്നതും. ഈ പരോക്ഷജ്ഞാനത്തിന്റെ മറ്റൊരു പേരാണ് തത്വശ്രവണം. തത്വത്തെ കൂടുതൽ കൂടുതൽ ശ്രവിക്കുമ്പോൾ ഈ ബ്രഹ്മം എന്നൊന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ബുദ്ധിക്കുണ്ടാവില്ല. ശ്രവണത്തിലൂടെ പരോക്ഷജ്ഞാനം നേടുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശ്രവണം തന്നെയാണ് പരോക്ഷജ്ഞാനം, ഭേദമില്ല. ശരി, അപ്പോ അപരോക്ഷജ്ഞാനമോ?
പറയാം. ശ്രവണത്തിനാലാത്മാവിന്നവണ്ണമെന്നനുഭവമായി വരൂപതിൻ ഉചിതമുണ്ടായിടും. ഈ വസ്തുവിനെ കുറിച്ച് പല പ്രാവശ്യം ശ്രവിച്ച് അങ്ങനെ ഒന്നുണ്ട്, അതിനെ സാക്ഷാത്കരിക്കുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അത് അനുഭവത്തിൽ കലാശിക്കുമ്പോൾ അപരോക്ഷജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടും. പരോക്ഷജ്ഞാനം തന്നെ അനുഭവരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ അതിൻ്റെ പേര് അപരോക്ഷജ്ഞാനം എന്നാണ്. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, പരോക്ഷജ്ഞാനം ശ്രവണത്തിലൂടെ ലഭിക്കും, അല്ലെങ്കിൽ ശ്രവണം തന്നെയാണ് പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ അപരോക്ഷജ്ഞാനമോ, ശ്രവണത്തിനാൽ അറിയപ്പെട്ടൊരാത്മാവിനെ മനനത്തിനാൽ വിചാരിച്ചാൽ സംശയം തീരും. ശ്രവണത്തെ തുടർന്ന് അടുത്ത പടി എന്താണെന്ന് ചോദിച്ചാൽ മനനം. കാരണം ഈ വസ്തുവിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേൾക്കുമ്പോൾ ബുദ്ധിക്ക് ഒരു ഉറപ്പ് വരും, അപ്പോൾ പരോക്ഷജ്ഞാനം സിദ്ധിച്ചു എന്ന് പറയാം. പക്ഷെ ആ പരോക്ഷജ്ഞാനം നേടിയാലും ഇടയ്ക്ക് സംശയങ്ങൾ പൊന്തും. കാരണം നമ്മുടെ ഉള്ളിലെ വാസനയെ ഈ പ്രപഞ്ചം സത്യമാണ് എന്നങ്ങ് വിചാരിച്ച് നമ്മൾ ആ ചിന്തയിൽ വല്ലാണ്ടങ്ങ് ഉറച്ചുപോയി. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി പോയി. അതുകൊണ്ട് ബ്രഹ്മമാണ് സത്യവസ്തു, അതുണ്ട് എന്ന് നമ്മൾ കുറെയൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടാലും വീണ്ടും സംശയം വരും. ഉണ്ടോ ഇല്ലയോ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുമോ, ഈ പ്രപഞ്ചം ഇതും സത്യമല്ലേ എന്നൊക്കെ ചിന്തിക്കാൻ തോന്നും. അങ്ങനെയുള്ള സംശയങ്ങൾ തീരാനാണ് മനനം, മനനപ്രക്രിയ. ആ മനനത്തിലൂടെ ഈ ബ്രഹ്മവസ്തുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്കുണ്ടാകാനിടയുള്ള സംശയങ്ങൾ തീർന്നു കിട്ടും. അപ്പോൾ ശ്രവിച്ചാൽ മാത്രം പോരാ, തത്വശ്രവണം മാത്രം പോരാ, മനുഷ്യന് മനനവും ചെയ്യണം. ശ്രവണത്തിന് ഗുരുവിൻ്റെ സഹായം വേണം. ഗുരു പറഞ്ഞാലാണ് അതാണ് നമ്മൾ കേൾക്കുക. മനനത്തിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല, മറ്റുള്ളവർക്ക് നമ്മെ സഹായിക്കാൻ ഒക്കുകയുമില്ല. മനനം അവനവൻ സ്വയം അവനവൻ്റെ ബുദ്ധിയെ ആശ്രയിച്ച് ചെയ്യേണ്ടതാണ്. സാരം വായിക്കാം. തത്വജ്ഞാനം 2 പ്രകാരമുണ്ടെന്ന് സൂചിപ്പിച്ചുവല്ലോ. വസ്തുവിനെ അഥവാ ഉണ്മയെ, ഈശ്വരനെ തിരിച്ചറിയുന്നത് ഒന്നാമത്തേതാകുന്നു എന്ന് പറഞ്ഞാൽ പരോക്ഷജ്ഞാനം എന്നർത്ഥം. അപ്രകാരം അറിയുമ്പോൾ നാസ്തിഭാവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമില്ല, അങ്ങനെയൊന്നും ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്, ഈ മനോഭാവം നശിക്കും. ഇത് തന്നെയാണ് പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശ്രവണമെന്നതും ഇത് തന്നെയാണ് ശ്രവണമെന്നതും. ശ്രവണം കൊണ്ട് ആത്മാവ് ഏത് പ്രകാരം ഇരിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ആത്മാവ് ഉണ്ട് എന്ന് ആദ്യം വിശ്വസിക്കണമല്ലോ, എന്നിട്ടാണല്ലോ അതിൻ്റെ സ്വരൂപം എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം എന്തെങ്കിലും ഒന്ന് ഒരിടത്തുണ്ട് എന്ന് ഒരാൾ പറഞ്ഞ് നമ്മൾ അറിയും. എന്നിട്ടാണ് ആ വസ്തുവിനെ സ്വന്തമാക്കാൻ നമ്മൾ ആ ദിക്കിലേക്ക് പോകുന്നത്. അതുപോലെ ആദ്യം ഉണ്ട് എന്നുള്ള അറിവ് ശാസ്ത്രങ്ങളിൽ നിന്നോ ആചാര്യമുഖത്തിൽ നിന്നോ നമുക്ക് കിട്ടും. അത് ശ്രവണത്തിലൂടെയാണ് കിട്ടുന്നത്. ആ ശ്രവണം മനനത്തിനുള്ള സാഹചര്യം ഒരുക്കും. അതായത് ശ്രവണം കൊണ്ട് നാം ഉണ്ട് എന്ന് തീരുമാനിച്ച വസ്തുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ അതിനെ വീണ്ടും വീണ്ടും നാം മനനം ചെയ്യുന്നത് കൊണ്ട് നീങ്ങിക്കിട്ടും. അങ്ങനെ സംശയ നിവൃത്തി വരുത്താൻ കഴിയും. മനനത്തിലൂടെയാണ് വസ്തുവിനെ കുറിച്ചുള്ള സംശയം തീരുന്നത്. പക്ഷേ വളരെ പരിതാപകരമെന്ന് പറയട്ടെ, ഈ സത്സംഗത്തിൽ വന്നിരിക്കുന്നവർ ഈ മനനത്തിലേക്ക് കടക്കുന്നേയില്ല. അവർ ധാരാളം സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, എല്ലാ പ്രഭാഷണങ്ങളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ശ്രവിക്കുന്നു. ആ കേൾക്കുന്നതോടുകൂടി അവർ നിന്നുപോകുന്നു. ആ കേട്ടതിനെ കുറിച്ച് ഏകാന്തതയിലിരുന്ന് മനനം ചെയ്യുന്നില്ല. അതുകൊണ്ടെന്താ, ഈ വസ്തുവിനെ കുറിച്ച് ഒരു വ്യക്തത അവർക്കുണ്ടാവുന്നില്ല. അതായത് ആ ആവരണശക്തി പിന്നെയും വന്ന് ഈ ജലോപരിതലത്തെ പായൽ വന്ന് മൂടുന്നത് പോലെ ഉണ്ടെന്ന് തീരുമാനിച്ചാലും പിന്നെയും സംശയങ്ങൾ അപ്പോഴായി പൊന്തി വരും. അതൊക്കെ ഈ അവിദ്യയുടെ സ്വാധീനമാണ്. ആ സംശയങ്ങൾ നീങ്ങാൻ മനനം ചെയ്യപ്പെടുക തന്നെ വേണം. ശ്രവണ മനനം കൊണ്ടാത്മാവോ ഞാൻ താനെന്നോരറിവുണ്ടാകും അപരോക്ഷജ്ഞാനവുമതാം. ആത്മാവെ അറിയുമ്പോൾ അനർത്ഥ നിവൃത്തിയും ആനന്ദാപ്തിയും സിദ്ധിച്ചിടുമെന്നറിഞ്ഞാലും അജ്ഞാനമാവരണം
വിക്ഷേപം പിന്നെ പരോക്ഷജ്ഞാനവുമപരോക്ഷജ്ഞാനമനന്തരം അനർത്ഥ നിവൃത്തിയും ആനന്ദാപ്തിയുമേവം അവസ്ഥ ഏഴുണ്ടല്ലോ ജീവനു സുമംഗലേ. അല്ലയോ മംഗളശീലേ, മംഗളസ്വരൂപിണി, വിവേകമുള്ള ബാലികയാണ് തൻ്റെ മുൻപിൽ വന്ന് പെട്ടിരിക്കുന്നത്. ആ വിവേകത്തെക്കാളും ഉയർന്ന, അല്ലെങ്കിൽ ആ വിവേകത്തെ കവച്ചു വെക്കുന്ന വേറെ എന്ത് മംഗളമാണ്? പരമമംഗളമായ മോക്ഷം ഈ വിവേകം ഉള്ളവർക്കല്ലേ ലഭിക്കുക. അതുകൊണ്ട് സുമംഗലേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. മംഗലം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. ലാക്ക് ള പറയുന്ന സ്വഭാവമുണ്ട് സംസ്കൃതത്തിൽ. അപ്പം സുമംഗളേ അത് തന്നെയാണ് സുമംഗലേ. ഹേ സുമംഗലേ, എന്താ പറയുന്നത്? ശ്രവണ മനനം കൊണ്ട് ആത്മാവ് ഞാൻ താനെന്നോരറിവുണ്ടാകും. ശ്രവണം കൊണ്ടും തുടർന്നുള്ള മനനം കൊണ്ടും. ശ്രവണത്തിൽ എന്താണ്? ബ്രഹ്മം എന്നൊരു വസ്തു ഉണ്ട്, നാശമില്ലാത്തതാണ്. അതിൽ പൊന്തി മറയുന്ന വെറും മിഥ്യാ പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം. ഇങ്ങനെ ആത്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഉണ്മ ശ്രവണത്തിൽ നിന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുണ്ട് എന്ന് നാം അറിയാറാകും. ഇനി അപ്പോഴും സംശയങ്ങൾ വീണ്ടും ഉണ്ടാകാം. ആ സംശയങ്ങളെ നിരന്തര മനനം കൊണ്ട് നീക്കം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഈ ശ്രവണ മനനങ്ങളാകുന്ന രണ്ട് പ്രക്രിയകൾ കൊണ്ട് ആത്മാവ് ഞാൻ താനെന്നോരറിവുണ്ടാകും. ഈ ആത്മാവ് മറ്റാരുമല്ല, ഞാൻ തന്നെ. അതാണ് അപരോക്ഷജ്ഞാനം. അപരോക്ഷജ്ഞാനവും അതാം. ആത്മാവ് ഉണ്ട് എന്നല്ല, ആ ഉള്ള ആത്മാവ് എൻ്റെ ഉള്ളിൽ ഞാനെന്ന് സദാ പ്രകാശിച്ചു വിളങ്ങുന്നു. ഞാൻ ബ്രഹ്മം തന്നെ, അഹം ബ്രഹ്മാസ്മി. ഇതാണ് ആത്മജ്ഞാനം. അവിടെയാണ് അറിവ് പൂർണ്ണമാകുന്നത്. അതാണ് അറിവിന്റെ പര്യവസാനം, വേദാന്തം. വേദാന്തികൾ എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അന്തത്തിലേക്ക് ചെന്നവർ. അറിവ് ഒടുങ്ങുന്നത് എവിടെയാ? ബ്രഹ്മത്തിൽ. ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ജ്ഞാനം. ആ വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും അറിയാൻ അവശേഷിക്കുകയില്ല. അറിവ് ഒടുങ്ങുന്ന ഇടമാണ് ബ്രഹ്മം. അതുപോലെ അറിവ് തുടങ്ങുന്ന ഇടവുമാണത്. അറിവ് എവിടുന്നാ വരുന്നത്? ആത്മാവിൽ നിന്ന്. അറിവ് എവിടെയാ ഒടുങ്ങേണ്ടത്? ആത്മാവിൽ തന്നെ. അപ്പൊ ഇതിനെ തന്നെയാണ് അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവെ അറിയുമ്പോൾ അനർത്ഥ നിവൃത്തിയും ആനന്ദാപ്തിയും സിദ്ധിച്ചിടും എന്നറിഞ്ഞാലും ഈ ആത്മാവിനെ സാക്ഷാത്തായി അറിയുമ്പോൾ അനർത്ഥങ്ങളൊക്കെ നിവർത്തിക്കും, ഇല്ലാതാകും. അനർത്ഥം എന്ന് പറഞ്ഞാൽ ദുഃഖം, പ്രശ്നം, കുഴപ്പം, ഭയം, എന്തൊക്കെ നാം ആഗ്രഹിക്കാത്തതായിട്ടുണ്ടോ അതെല്ലാം നീങ്ങിക്കിട്ടും. അതൊക്കെ അനർത്ഥമാണ്. അനർത്ഥ നിവൃത്തി ഉണ്ടാകും. അനർത്ഥം നിവൃത്തമായാൽ ആനന്ദാനുഭവം നിരന്തരമായി തീരും. ആനന്ദാപ്തിയും സിദ്ധിച്ചിടുമെന്നറിഞ്ഞാലും. ഇത് നീ നല്ലതുപോലെ മനസ്സിലാക്കണം കുട്ടി. ഇനി ജീവന് 7 അവസ്ഥകളുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിലാണ് ബഹുഭൂരിപക്ഷം ജീവന്മാരും. ആ അജ്ഞാനത്തിൽ നിന്ന് പടിപ്പടിയായി ഈ അപരോക്ഷജ്ഞാനത്തിലേക്ക് എത്തുന്നതിനിടയ്ക്ക് 7 ഘട്ടങ്ങൾ. അവസാനത്തെ 7ാമത്തെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജാണ് അപരോക്ഷജ്ഞാനം. 7 അവസ്ഥകളിലൂടെ ഓരോ ജീവനും കടന്നു പോകേണ്ടതായി വരും. എന്തൊക്കെയാണ് ആ 7 പടിപ്പടിയായിട്ടുള്ള അവസ്ഥകൾ? അജ്ഞാനമാവരണം, വിക്ഷേപം പിന്നെ പരോക്ഷജ്ഞാനവുമപരോക്ഷജ്ഞാനമനന്തരം അനർത്ഥ നിവൃത്തിയും ആനന്ദാപ്തിയുമേവം അവസ്ഥ 7ഉണ്ടല്ലോ ജീവനു സുമംഗലേ. അജ്ഞാനം, അതാണ് ആദ്യത്തെ അവസ്ഥ. നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ മിക്കവാറും മനുഷ്യർ. അജ്ഞാനം, വസ്തുവിനെ അറിയാതിരിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ട് വസ്തുവിനെ അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ ആവരണശക്തി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അസത്വാവരണവും അഭാനാവരണവും. അങ്ങനെ ഒരു ആവരണമുണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ വസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ, ബ്രഹ്മജ്ഞാനത്തിന്റെ അഭാവം. ആ അറിവ് എന്തുകൊണ്ട് ഇല്ല നമുക്ക് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ആവരണമുണ്ട്. അപ്പോൾ അജ്ഞാനം, പിന്നെ ആവരണം. കയറിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണല്ലോ കയറ് മറിഞ്ഞു പോയത്. സർപ്പമുണ്ടെന്ന് തോന്നിയത് അല്ലേ? കയറിനെ കുറിച്ചുള്ള ശരിയായ അറിവിന്റെ അഭാവമാണ് അറിവില്ലായ്മ. അതുപോലെ
ബ്രഹ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനം. ആ അജ്ഞാനം ഉണ്ടായാൽ ആവരണം, ഒരർത്ഥത്തിൽ ആവരണം കൊണ്ടാണ് ഈ അജ്ഞാനം ഉണ്ടാവുന്നത്. വസ്തു എങ്ങനെയോ മറയ്ക്കപ്പെട്ടതുപോലെ തോന്നി, വസ്തു അറിയപ്പെടാതെയായി. അപ്പോൾ അജ്ഞാനം, വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, വസ്തു മറയ്ക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി, അത് സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തേത് വിക്ഷേപം. വിക്ഷേപം എന്ന് പറഞ്ഞാൽ ഉള്ളത് മറയ്ക്കപ്പെട്ടാൽ ഇല്ലാത്തത് അതിൻ്റെ സ്ഥാനത്ത് ഉള്ളതായി തോന്നും. കയറെന്ന അംശം മറയ്ക്കപ്പെട്ടതുപോലെയായാൽ പാമ്പ് ഉള്ളതുപോലെ തോന്നും. അതാണ് വിക്ഷേപം. ഇല്ലാത്തത് സത്യമാണ് എന്ന് തോന്നും. എപ്പോ? ഉള്ളത് അറിയപ്പെടാതിരിക്കുമ്പോൾ, മറയ്ക്കപ്പെടുമ്പോൾ. അപ്പോൾ അജ്ഞാനം, ആവരണം, തുടർന്ന് വിക്ഷേപം. ഈ മൂന്നിലുമാണ് അജ്ഞാനികൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അജ്ഞാനം, ആവരണം, വിക്ഷേപം. മനസ്സ് അസ്വസ്ഥമാകുന്നു, പ്രപഞ്ചം സത്യമാണെന്ന് വിചാരിച്ച് മോഹിച്ചു കഴിയുന്നു, അത് വിക്ഷേപം. സത്യം എന്താണെന്ന് അറിയുന്നില്ല, അതൊരു ആവരണം. സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അജ്ഞാനം. ഇതിൽ നിന്ന് നാം ഉയർന്ന്, ഈ ആദ്യത്തെ 3 നിലകളിൽ നിന്ന് ഉയർന്ന് മുകളിലേക്ക് പോകണം. എന്താണത്? പരോക്ഷജ്ഞാനം. ഈ അജ്ഞാന, ആവരണ, വിക്ഷേപങ്ങളിൽ നിന്ന് കരകയറി ആദ്യം നമ്മൾ ചെന്നെത്തേണ്ടത് പരോക്ഷജ്ഞാനത്തിലേക്കാണ്. വസ്തു ഉണ്ട് എന്ന് ആരിൽ നിന്നെങ്കിലും, ഏതെങ്കിലും അധ്യാത്മ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചോ കേട്ടോ ഒക്കെ അറിയണം. അപ്പോൾ നമ്മൾ പരോക്ഷജ്ഞാനത്തിൽ പ്രവേശിക്കും. പരോക്ഷജ്ഞാനത്തിൽ നിന്ന് അടുത്ത പടി അപരോക്ഷജ്ഞാനം. ഉണ്ട് എന്നറിയുക മാത്രമല്ല, അത് താനാണ് എന്നുകൂടെ അറിയുക. ആ ബ്രഹ്മം താൻ തന്നെയാണ്. അത് അപരോക്ഷജ്ഞാനം. ഇപ്പൊ എത്ര എണ്ണമായി? അജ്ഞാനം, ആവരണം, വിക്ഷേപം, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം. 5 എണ്ണമായി. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. അത് നേരത്തെ പറഞ്ഞതാണ്. അനർത്ഥ നിവൃത്തി. ഞാൻ ബ്രഹ്മമാണെന്നുള്ള അറിവ് നേടുമ്പോൾ സർവ അനർത്ഥങ്ങളിൽ നിന്നും മുക്തനാകും. ദുഃഖങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു മാറും. ദുഃഖങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയാൽ ഉള്ള ആനന്ദം ഉള്ളിൽ അലതല്ലും, ഇടതടവില്ലാത്ത ആനന്ദം, പരമമായ ആനന്ദം, വിട്ടുപോകാത്ത ആനന്ദം. പുറം വസ്തുക്കളെ ആശ്രയിച്ചുള്ള ആനന്ദമല്ല, തൻ്റെ സ്വരൂപത്തിൽ തന്നെയുള്ള ആനന്ദം. അപ്പോ 6ാമത്തേത് അനർത്ഥനിവൃത്തി, 7ാമത്തേതും അവസാനത്തേതും ആനന്ദപ്രാപ്തി അല്ലെങ്കിൽ ആനന്ദ ആപ്തി. നിരന്തരമായ ആനന്ദ അനുഭവം, ബ്രഹ്മാനന്ദം. ഇങ്ങനെ ഏവം അവസ്ഥ 7 ഉണ്ടല്ലോ ജീവന് സുമംഗലേ. അല്ലയോ മംഗളസ്വരൂപിണി, ജീവന് ഇങ്ങനെ 7 അവസ്ഥയുണ്ട് എന്നും നീ അറിഞ്ഞുകൊള്ളുക. സാരം വായിക്കാം. ഹേ സുമംഗലേ, ശ്രവണമനനം കൊണ്ട് ആത്മാവ് ഞാൻ തന്നെ എന്ന അപരോക്ഷാനുഭൂതി ഉണ്ടാകും. ആത്മാവിനെ സ്വയം അറിയുമ്പോൾ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയും ഉണ്ടാകും എന്നറിഞ്ഞാലും അജ്ഞാനം, ആവരണം, വിക്ഷേപം, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം, അനർത്ഥനിവൃത്തി, ആനന്ദപ്രാപ്തി, ഇങ്ങനെ ജീവന് 7 അവസ്ഥകൾ ഉണ്ടെന്നും അറിയുക. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. അങ്ങനെ ആ 27ാമത്തെ ശീർഷകം തത്വജ്ഞാനം അവസാനിക്കുകയാണ്. ആ ശീർഷകം മാത്രമേ അവസാനിക്കുന്നുള്ളൂ. തത്വജ്ഞാനം അവസാനിക്കുന്നൊന്നുമില്ല. തത്വജ്ഞാനത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഈ പേരുള്ള തത്വജ്ഞാനം എന്ന പേരോടുകൂടിയ ആ 27ാം ശീർഷകം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. അടുത്തത് 28ാമത്തെ ശീർഷകമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വായിക്കും. അതിൻ്റെ പേര് ശുദ്ധമായയും മലിനമായയും. ഇത് നേരത്തെ പറഞ്ഞതാണ് നമ്മൾ. മായ തന്നെ 2 പ്രകാരത്തിലുണ്ട്, ശുദ്ധം, അശുദ്ധം. അതിൽ അശുദ്ധമായ ബന്ധത്തിനും ശുദ്ധമായ മോക്ഷത്തിനും കാരണമാകും. സാത്വികമായ മായ, മറ്റേത് മലിനമായ. മലിനമായ മായ, മലിനമായ. ശുദ്ധമായ മായ, ശുദ്ധമായ. ആ 2നെയും കുറിച്ചാണ് അടുത്ത ശീർഷകത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.